നമസ്കാരം. മാർത്തോമാ സഭയിലെ വലിയ മെത്രാപ്പോലിത്തയായിരുന്ന മാർ ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞു കേട്ട ഒരു സംഭവമാണിത്. EMS നമ്പൂതിരിപ്പാടിൻ്റെ മന്ത്രിസഭ മദ്യനിരോധനം പിൻവലിച്ചതിന് പിന്നാലെ അതേക്കുറിച്ച് സംസാരിക്കാൻ ക്രിസോസ്റ്റം തിരുമേനി ഉൾപ്പെടെയുള്ള കുറേ തിരുമേനിമാരും മെത്രാന്മാരും ചേർന്ന് മുഖ്യമന്ത്രിയെ കാണാൻ പോയി. തിരുമേനിമാരുടെ ആവലാതികളെല്ലാം EMS ക്ഷമയോടെ കേട്ടിരുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, കള്ളു നിരോധിച്ചാൽ ചെത്തുന്നവരും വിൽക്കുന്നവരും കുടിക്കുന്നവരും പിണങ്ങും. അതുകൊണ്ട് ഞാൻ ഒരു ബുദ്ധി പറയാം. നിങ്ങൾ ക്രിസ്ത്യാനികൾ മുഴുവൻ കള്ളുകുടി നിർത്തൂ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. മെത്രാന്മാരെല്ലാം പോയ വഴിയെ തന്നെ അരമനകളിൽ തിരിച്ചെത്തി. അന്നു മുതൽ ബിഷപ്പുമാരും അവരുടെ അച്ഛന്മാരും കൂടി മദ്യപാനത്തിനെതിരെ ക്രിസ്ത്യാനികളെ ബോധവൽക്കരിക്കാൻ തുടങ്ങിയതാണ്. ഉപദേശിച്ച് കുറേ അച്ഛന്മാർ കൂടി കുടിയന്മാരായി എന്നതൊഴിച്ചാൽ ക്രിസ്ത്യാനികൾക്കിടയിൽ ഒന്നും സംഭവിച്ചില്ല. അതങ്ങനെ നാൾക്കുനാൾ നുരഞ്ഞു പതഞ്ഞ് പൊന്തി. ഉപദേശിക്കും തോറും ഉറങ്ങണമെങ്കിൽ കള്ള് വേറെ കുടിക്കണം എന്ന അബോധാവസ്ഥയിലായി ക്രിസ്ത്യാനികൾ വീട് പണിയുമ്പോൾ തന്നെ വീട്ടിനുള്ളിൽ ബാർ ഒരുക്കി തുടങ്ങിയിടത്താണ് മെത്രാന്മാരുടെ ഉപദേശവും പ്രാർത്ഥനകളും ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് അപ്രതീക്ഷിതമായി അത് സംഭവിച്ചിരിക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മെത്രാന്മാരെയും തിരുമേനിമാരെയും എല്ലാം ഞെട്ടിപ്പിച്ചിരിക്കുന്നു. പാർട്ടി അംഗങ്ങൾ കുടിക്കാൻ പാടില്ലെന്നും മദ്യപിക്കുന്നവരെക്കുറിച്ച് അറിയിച്ചാൽ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും എന്നുമാണ് ഗോവിന്ദൻ്റെ പ്രഖ്യാപനം. കേരളം ഈ അടുത്ത കാലത്തൊന്നും വാക്കും പ്രവൃത്തിയും ഒന്നാകാൻ പോകുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം കേട്ടിട്ടേയില്ല. സഭാപിതാക്കന്മാർ വിശ്വാസികളോട് പറയുന്നത് പോലെയല്ല പാർട്ടി സെക്രട്ടറി കേഡർമാരോട് ഒരു കാര്യം പറയുന്നത്. അവർ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് എല്ലാം. പിതാക്കന്മാർ പറഞ്ഞാൽ കേൾക്കാത്ത, പാർട്ടിയിലും പള്ളികളിലും ഒരുപോലെ വിശ്വസിക്കുന്ന കേഡർമാർ കൂടി ഇതോടെ മദ്യം ഉപേക്ഷിക്കേണ്ടി വരും. ഇത്തരത്തിൽ CPIMകാരെല്ലാം മദ്യപാനം ഉപേക്ഷിച്ചാലോ? മദ്യവർജനം എന്ന പാർട്ടിയുടെയും ഗോവിന്ദൻ മാഷിൻ്റെയും സ്വപ്നം പൂവണിയാൻ പിന്നെ അധിക ദൂരം ഇല്ല എന്നതാണ് അതിൻ്റെ പൊരുൾ. അങ്ങനെ മദ്യശാലകൾ തന്നെ വേണ്ടാതാവുന്ന കേരളത്തിൽ എന്തിനാണ് ഒരു മദ്യനിർമ്മാണശാല തുടങ്ങുന്നത്? അതിനാൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും കിക്കുണ്ടാക്കിയ പാലക്കാട് എലപ്പുള്ളിയിലെ ബ്രൂവറി കർണാടകത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനമാകും അടുത്തതായി ഗോവിന്ദൻ മാഷ് പ്രഖ്യാപിക്കാനിരിക്കുന്നത്. അങ്ങനെ മദ്യവിമുക്ത കിണാശ്ശേരി എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ വളരാൻ പോവുകയാണ്. ഇടതുമുന്നണി സർക്കാർ ഘട്ടം ഘട്ടമായി മദ്യം കുറച്ചുകൊണ്ടുവരും എന്ന പ്രകടന പത്രിക വായിച്ച് ചിരിച്ചവരും കളിയാക്കിയവരുമായ മെത്രാന്മാരും സതീശന്മാരും ഒക്കെ ഇനി കള്ളു കുടിക്കണേൽ കർണാടകത്തിലേക്ക് പോകേണ്ടി വരും. ഗോവിന്ദൻ മാഷിൻ്റെ ഈ അതിബുദ്ധിക്കുള്ളിൽ മറ്റൊരു കുബുദ്ധി കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. ഒന്നും കാണാതെ മാഷ് രണ്ടാമതൊന്ന് പറയാറില്ല. സഖാക്കൾ മദ്യം ഉപേക്ഷിക്കുന്നതോടെ ബാക്കിയുള്ള മദ്യം മുഴുവൻ കോൺഗ്രസ്സുകാരെല്ലാം കൂടി കുടിക്കും. കാരണം മദ്യം മനുഷ്യനെ ശാരീരികമായും ധാർമ്മികമായും ബുദ്ധിപരമായും സാമ്പത്തികമായും തളർത്തും എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ഗാന്ധിജി പറഞ്ഞതൊക്കെ ശരിയാണോ എന്നറിയാൻ എന്തായാലും കോൺഗ്രസ്സുകാർ മദ്യം കുടിച്ചു നോക്കും. ഗാന്ധിജി ഉപ്പ് കാച്ചിയപ്പോൾ ഗാന്ധിജിയെ കാച്ചിയവരാണല്ലോ കോൺഗ്രസ്സുകാർ. അങ്ങനെ അവർ കുടിച്ച് ബോധം കെടും. അങ്ങനെ കോൺഗ്രസ് തറവാട് മുച്ചൂടും മുടിയും. അതോടെ ആശാ വർക്കർമാരും അവരുടെ സമരവും ഇല്ലാതാകും. അങ്ങനെ തൊഴിലാളി വർഗ സർവാധിപത്യം പുലരും. ഇപ്പോൾ മനസ്സിലായില്ലേ? മദ്യവിമുക്ത കേരളത്തോടൊപ്പം കോൺഗ്രസ് മുക്ത കേരളം കൂടിയാണ് ഗോവിന്ദൻ മാഷിൻ്റെ ഉള്ളിലിരിപ്പ് എന്ന സത്യം. മദ്യപിക്കുന്നവരെക്കുറിച്ച് അറിയിച്ചാൽ അവരെ പുറത്താക്കും എന്ന് മാഷ് പറഞ്ഞത് അത്യന്തം ധീരമായ ഒരു നടപടിയാണ്. മദ്യപിക്കുന്ന സഖാക്കളെ കാട്ടിക്കൊടുക്കുന്ന സഖാക്കൾക്ക് എന്തെങ്കിലും പ്രതിഫലം കൂടി പ്രഖ്യാപിച്ചാൽ സംഗതി വളരെ ഉഷാറാകും. കൂടെയിരുന്ന് കുടിക്കുന്ന സഖാവ് തന്നെ മറ്റേ സഖാവിനെ പാർട്ടി സെക്രട്ടറിക്ക് കാട്ടിത്തരും. അതോടെ ഗോവിന്ദൻ മാഷിൻ്റെ ജോലി എളുപ്പമാകും. ഇതിനൊക്കെ ഇടയിലും ഒരാശങ്ക മാത്രം
ബാക്കിയാണ് മാഷേ. മദ്യപന്മാരെ പുറത്താക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദൻ മാഷ് ഒരു കാര്യം കൂടി പറഞ്ഞു കളഞ്ഞു. അത് സൂക്ഷിക്കണം. ഞങ്ങളൊന്നും ഇന്നേ വരെ ജീവിതത്തിൽ ഒരു തുള്ളി മദ്യം പോലും കഴിച്ചിട്ടില്ല എന്നാണ് മാഷ് പറയുന്നത്. അരുത്, തമാശയ്ക്ക് പോലും ഗോവിന്ദൻ മാഷിനെ ഇനി മദ്യം കൂടി കുടിപ്പിക്കരുത് പ്ലീസ്.